ഇന്ന് ഒരു പ്രതിഷേധത്തിന്റെ ദിനം കൂടിയാണ്. ഈ കടൽ മണൽ ഖനനത്തിനെതിരെയുള്ള പ്രതിഷേധം അത് കടുപ്പിക്കുകയാണ് ഈ തീരദേശവാസികൾ. അതിന് കൂടുതൽ പിന്തുണ ഏറി വരുന്നുണ്ട്. ഇന്ന് തീരദേശ ഹർത്താലാണ്. ഹർത്താൽ തുടങ്ങി എന്ന വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. 6 മണി മുതലാണ് ഹർത്താൽ ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് അതിന്റെ വിശദാംശങ്ങളൊക്കെ നമുക്കറിയണം അല്ലേ? അതെ, വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് ചേരുന്നത് അരുൺ രാജാണ്. അരുൺ, ഗുഡ് മോർണിംഗ്. UDF-ഉം LDF-ഉം മറ്റു രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ തന്നെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഹാർബറുകളൊക്കെ ഇന്ന് അടഞ്ഞു കിടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. വിവരങ്ങൾ എന്തൊക്കെയാണ്? ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. എന്തായാലും കൊല്ലത്തിന്റെ ചാവക്കാട്, പൊന്നാനി, അതേപോലെ തന്നെ വർക്കല മുതൽ അമ്പലപ്പുഴ വരെയുള്ള കേരളത്തിന്റെ തീരപ്രദേശത്ത് കടൽ മണൽ ഖനനം ചെയ്യാനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തിനെതിരെയാണ് ഇന്ന് തീരദേശ മേഖലയിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. മത്സ്യത്തൊഴിലാളികളുടെ കോർഡിനേഷൻ കമ്മിറ്റിയാണ് ഇതുമായി ബന്ധപ്പെട്ട ആഹ്വാനം നടത്തിയിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഈ സമരം ആരംഭിച്ചിട്ടുണ്ട്, തീരദേശ ഹർത്താൽ ആരംഭിച്ചിട്ടുണ്ട്. മത്സ്യബന്ധന മേഖല പൂർണ്ണമായും നിശ്ചലാവസ്ഥയിലേക്ക് ഇതോടെ തന്നെ മാറിയിട്ടുണ്ട്. പല മേഖലയിലും കൊല്ലത്ത് സ്ഥിതി എന്ന് പറയുന്നത് മത്സ്യബന്ധനത്തിന് യാനങ്ങൾ ഇതുവരെ കടലിലേക്ക് പോയിട്ടില്ല, ഇനി പോവുകയുമില്ല. രാത്രി 12 മണി വരെ ഇതേ രീതിയിൽ സമരം തുടരും എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികൾ വ്യക്തമാക്കുന്നത്. മത്സ്യബന്ധനത്തെ സ്വാധീനിക്കുന്ന പീലിംഗ് അടക്കമുള്ള മേഖലയും സമാന രീതിയിൽ തന്നെ ഈ നിശ്ചലാവസ്ഥ ഉണ്ടാകും. അതുപോലെ തന്നെ മത്സ്യ മാർക്കറ്റുകൾ പൂർണ്ണമായും അടഞ്ഞുകിടക്കും. അങ്ങനെ ശക്തമായ ഒരു പ്രതിഷേധം കേന്ദ്ര സർക്കാരിന്റെ ഈ തീരുമാനത്തിനെതിരെ കൊണ്ടുവരിക എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികൾ ഇതിലൂടെ മുന്നോട്ട് വെക്കുന്നത്. ധീവരസഭയും ലത്തീൻ സഭയും അതുപോലെ തന്നെ CPI അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ, UDF അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളടക്കം UDF-ന്റെ നേതൃത്വമുള്ള എല്ലാ സംഘടനകളും ഇക്കാര്യത്തിൽ എല്ലാ പിന്തുണയും ഇതിനോടകം തന്നെ ഈ മത്സ്യത്തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റിക്ക് നൽകിയിട്ടുണ്ട്. തീരദേശ ഹർത്താലിനോട് പരിപൂർണമായ യോജിപ്പാണ് അവർ തന്നെ മുന്നോട്ട് വെക്കുന്നത്. 85 കിലോമീറ്ററാണ് അമ്പലപ്പുഴ മുതൽ വർക്കല വരെയുള്ള ഈ തീരദേശ മേഖലയിൽ ഖനനം ചെയ്യാനുള്ള തീരുമാനം കൈക്കൊണ്ടത്. അതിന്റെ ആദ്യ പാർട്ടായി കൊല്ലത്തിന്റെ 3 ഭാഗങ്ങൾ, അത് കൊല്ലത്തെ സംബന്ധിച്ച് മത്സ്യബന്ധനത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന, കേരളത്തിന്റെ മത്സ്യത്തിന്റെ ഏറ്റവും വലിയ സമ്പത്തായി മാറുന്ന കൊല്ലം പരപ്പാണ് കടൽ മണൽ ഖനനത്തിന്റെ ആദ്യ കേന്ദ്രം. അതുകൊണ്ട് തന്നെ വലിയ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവന്ന ഇതിൽ കേന്ദ്ര സർക്കാരിനെ ഇതിന്റെ പ്രതിഷേധം രേഖപ്പെടുത്തുക എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികൾ ഇന്ന് ചെയ്യുന്നത്. എന്തായാലും അതിന്റെ ആദ്യ സൂചനയായിട്ടാണ് തീരദേശ ഹർത്താൽ ഇന്നിപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. മത്സ്യബന്ധന മേഖല പൂർണ്ണമായും നിശ്ചലാവസ്ഥയിൽ തന്നെയാണ്.